ചൊല്ലിയിട്ടുണ്ട്. കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത എല്ലാ കാര്യങ്ങളും ഖൈർ ബറക്കത്തിനെ തൊട്ട് മുറിഞ്ഞു പോയതായിരിക്കും. അപ്പം എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മില്ല. എടുക്കലൊന്ന് ഇറങ്ങുകയാണ് ബിസ്മില്ല, ചെരുപ്പിടുകയാണ് ബിസ്മില്ല, വസ്ത്രം ധരിക്കുകയാണ് ബിസ്മില്ല, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ജീവിതത്തിൽ, അത് നമ്മളെ ദുന്യവിയായ കാര്യമാണെങ്കിലും, രാവിലെ കന്നൂട്ടാൻ വേണ്ടി പോയതാണ്, ആ നഖമൊക്കെ വെച്ചിട്ടിട്ട് കന്നിനെ പാടത്തേക്കണ്ട് ഇറക്കുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൻ്റെ ഗുണം എന്തായാലും കാണും. തെങ്ങമ്മ കയറാൻ വേണ്ടി പോയതാണ്, ആദ്യത്തെ തെങ്ങമ്മ കയറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി ശീലമാക്കുക, വലിയ മാറ്റം ഉണ്ടാവും. ഞാനീ പറയുന്ന കാര്യമൊക്കെ വളരെ നിസ്സാരവും ജീവിതത്തിൽ ചെയ്യാവുന്നതും എന്നാൽ അത് ചെയ്താൽ വലിയ ദറജ എത്തിപ്പിടിക്കാവുന്നതുമായ കാര്യമാണ്. മീൻ കച്ചവടമാണ്, ഒരാൾക്ക് മീൻ കൊടുക്കുകയാണ് ബിസ്മി എല്ലീറ്റ് കൊടുക്കുക, പൈസ വാങ്ങുകയാണ് ബിസ്മി എല്ലീറ്റ് വാങ്ങുക, ബാക്കി കൊടുക്കുകയാണ് ബിസ്മി എല്ലീറ്റ്. എന്തിനതിങ്ങനെ എണ്ണി പറഞ്ഞു വെച്ചാൽ കുറേ എണ്ണി പറയുമ്പോഴാണ് എവിടെയെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൊളുത്തുക. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാവരേറ്റും ബന്ധപ്പെടുന്ന കുറേ ഏതെങ്കിലും കാര്യം ഉണ്ടാവും, അപ്പം അതിന്മേൽ കൊളുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണി പറയണത്. എന്ത് കാര്യമാണെങ്കിലും. ബിരിയാണി വെക്കാൻ വേണ്ടി പോയതാണ്, ചമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വേറൊന്നുകൂടിയും സൂക്ഷിക്കാണ്ട് ബിസ്മി മാത്രം പോരാ, ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അഴുത് കൂടി ഉണ്ടായിരിക്കണം. അതെന്താ വെച്ചാൽ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി തീയിനെയാണ് ഉപയോഗിക്കുന്നത്. തീ എന്ന് പറയുന്നത് പിശാചിൻ്റെ മെറ്റീരിയലാണ്. അഗ്നി കൊണ്ടാണ് ശൈത്താനെ പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിശാചിൻ്റെ മെറ്റീരിയലിനെ ഉപയോഗപ്പെടുത്തുന്നതിനാൽ തീ കൊടുക്കുന്ന സമയത്ത് അഴുതുകൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ചായക്ക് തീ പിടിപ്പിക്കുമ്പോൾ ബിസ്മി മാത്രമല്ല, അവിടെ അഴുതും കൂടി വേണം. എല്ലാ കാര്യങ്ങൾക്കും ബിസ്മിയാണ്. അപൂർവമായ ചില സന്ദർഭങ്ങളിലാണ് അഴുതുള്ളത്. ഒന്ന് ഖുർആൻ ഓത്ത് തുടങ്ങുമ്പോൾ അഴുതു വേണം, വേറൊന്ന് തീ പിടിപ്പിക്കുമ്പോൾ അഴുതു വേണം. അങ്ങനെ കലം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആദ്യമായിട്ട് വെള്ളം ഒഴിക്കുകയാണ് ബിസ്മില്ലാ. അങ്ങനെ പ്രധാന ഭക്ഷണം ഇടുകയാണ്. ചോറാണെങ്കിൽ അരി ഇടുമ്പോൾ പിന്നെയും ഒരു ബിസ്മില്ല. കറി ഉണ്ടാക്കുകയാണ്, ഇറച്ചിടുമ്പോൾ ഒന്നും കൂടി ബിസ്മില്ല. ഇങ്ങനെ ആവർത്തിക്കണം. ബിസ്മി നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് വരണം, ജീവിതം മാറും. മൂന്നാമത്തെ ഒരു കാര്യം വലത്തേതിനെ മുന്തിക്കലാണ്. ഒന്നാമത്തെ കാര്യം ഒതുണ്ടാക്കലാണ്, രണ്ടാമത്തെ കാര്യം ബിസ്മിദായിമാക്കലാണ്, മൂന്നാമത്തെ കാര്യം വലത്തേതിനെ മുന്തിക്കലാകുന്നു. പ്രത്യേകിച്ച് 4 കാര്യങ്ങൾക്ക് വലത്തേതിനെ മുന്തിക്കണം. തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക, 4 കാര്യങ്ങൾ.